ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുൻകൂട്ടി ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റിയ വളരെ രുചികരവും ക്രിസ്പിയുമായ ബട്ടർ ചില്ലി ചിക്കൻ ഫില്ലിംഗ് ആണ്. ബട്ടർ ചില്ലി ചിക്കൻ റോളും ബട്ടർ ചില്ലി ചിക്കൻ പോക്കറ്റും ഉണ്ടാക്കുന്നുണ്ട്. പച്ചക്കറികൾ കൂടി ചേരുന്നത് കൊണ്ട് ഗുണവുമാണ്. അതിലേക്ക് വേണ്ടി ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞു വയ്ക്കാം. നല്ലപോലെ ചെറുതാക്കി കുനുകുന അരിഞ്ഞു വയ്ക്കുക. ഒരു വലിയ കാപ്സിക്കവും ചെറുതാക്കി അരിയുക. വലിയ ഉള്ളിയും അരിയണം. ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 മതി. ഇത് 3ഉം അരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ചില്ലി ചിക്കൻ ഫില്ലിങ്ങിലേക്ക് തയ്യാറാക്കാനുള്ള ചിക്കൻ എടുക്കാം. ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ബോൺലെസ് ചിക്കൻ 400 ഗ്രാമാണ് വേണ്ടത്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം വെക്കുക. പാൻ വെച്ച് എണ്ണയൊഴിച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണയോ ഓയിലോ ഏതും ഒഴിക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്കിട്ട് ഇളക്കി വഴറ്റണം. ചിക്കനിൽ മസാല പുരട്ടുന്ന വീഡിയോ കട്ടായതാണ്, ഞാനിവിടെ പറയാം. മസാല പുരട്ടാനുള്ള ചിക്കൻ നന്നായി വെള്ളം വാർന്ന ശേഷം അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ കോൺഫ്ലോറും 1 സ്പൂൺ ജീരകപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പും പുരട്ടി 1 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് 1 ടീസ്പൂൺ ചെറുനാരങ്ങാ നീരും ഒഴിച്ച് നന്നായി കുഴച്ചാണ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ചിക്കൻ ഒട്ടിപ്പിടിക്കാതെ ഓരോന്നും വേറിട്ട് വഴറ്റിയെടുക്കണം. വല്ലാതെ ഡ്രൈ ആകേണ്ടതില്ല. പകുതി വേവിൽ മൊരിയുന്നത് വരെ മതി. ഇപ്പോഴായിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി മറ്റൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ഇതവിടെ ഇരുന്ന് ചൂടാറട്ടെ. ഇനിയും ഇത് ചെറുതാക്കി മുറിക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും ഒരു പാൻ വെച്ച് അതിൽ ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ചോപ്പ് ചെയ്ത കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെയാണ് പച്ചക്കറികളും ഇട്ട് വഴറ്റുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് നല്ല പോലെ ഇളക്കി അരിഞ്ഞു വെച്ച കാപ്സിക്കവും ക്യാരറ്റും വലിയ ഉള്ളിയും കൂടി ഒന്നിച്ചിടാം. ഇതിൽ പച്ചക്കറികളൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനും നല്ലതാണ്. അവർ ചോറിൻ്റെ കൂടെ അത്ര പച്ചക്കറികളൊന്നും കഴിക്കാറില്ലല്ലോ. ഇനി കുറച്ച് സോസുകൾ ഒഴിക്കാനുണ്ട്. ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത്, സോസുകളിൽ കുറച്ച് ഉപ്പുണ്ടാകും, നോക്കിയിട്ട് വേണം ഇടാൻ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. സോസുകളെല്ലാം പിടിക്കട്ടെ. ഇത് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, അതിങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിക്കണം. ക്രഷ് ചെയ്താൽ വല്ലാതെ ചെറുതായി പോകും. ഇങ്ങനെ കടിക്കേണ്ട പാകത്തിന് കുറച്ച് ചെറുതാക്കി മുറിച്ചാൽ മതിയാകും. കത്തി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ വേഗം ശരിയാകും. ചെറുതായി കിട്ടിയിട്ടുണ്ട്. ഇതിനി ബോർഡിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോഴേക്കും നമ്മുടെ കൂട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇടാം. ഈ ചിക്കനും നല്ല പോലെ ഇട്ട് യോജിപ്പിക്കണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. വല്ലാതെ ഡ്രൈ ആവേണ്ട പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് തണുക്കാൻ വെക്കാം. ഇപ്പോൾ ഫില്ലിങ്ങിനുള്ള ചില്ലി ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് സമൂസ ഷീറ്റിൽ പൊതിഞ്ഞെടുക്കാം. ഈ സമൂസ ഷീറ്റ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമുക്കൊരു തുണി കൊണ്ടോ ഒരു പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് വെക്കണം. ഇല്ലെങ്കിൽ അത് വല്ലാതെ ഉണങ്ങിപ്പോകും. കുറച്ച് മൈദപ്പൊടി വെള്ളത്തിൽ കലക്കി വെക്കുക. ഇനി കുറച്ച് സ്ലൈസ്ഡ് ചീസ് എടുക്കണം. നമ്മൾ ചീസും കൂട്ടിയാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചീസ് അടിയിലും മുകളിലും എല്ലാം വെച്ച് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ മസാല വഴറ്റിയിരിക്കുന്നതും ചീസിലാണല്ലോ. ഒരു ചീസ് ഷീറ്റ് 4 പീസാക്കി മുറിച്ചാൽ മതി. ഇനി നമുക്ക് റോൾ ഉണ്ടാക്കാം. ആദ്യം ഒരു ഷീറ്റ് വെച്ചു. അതിൻ്റെ മുകളിൽ എതിർവശത്തേക്ക് മറ്റൊരു ഷീറ്റ് വെച്ചു. ഫില്ലിങ് വെച്ചു. മുകളിൽ ബട്ടർ വെച്ചു. ഇതുപോലെ ചതുരത്തിൽ മടക്കി. മൈദമാവും കലക്കിയതാണിത്. അത് പുരട്ടിയാൽ ഒട്ടിപ്പിടിക്കും. അത് പുരട്ടിയ ശേഷം മടക്കുക. ഇങ്ങനെ ഓരോന്നായി ഫില്ല് ചെയ്ത് വെക്കുക. ബട്ടറിൻ്റെ മണം കേട്ടുണ്ടല്ലോ കുട്ടികൾ ഓടി വരും. അവർക്ക് എന്തായാലും അത് ഇഷ്ടമാകും. പിന്നെ നോമ്പ് കാലത്തൊക്കെ ഉണ്ടല്ലോ, നോമ്പിന് മുമ്പേ നമ്മളിതുപോലെ ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് നോമ്പ് കഴിയുന്നത് വരെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ചില്ലി ചിക്കൻ പോക്കറ്റായി. ഇനി നമുക്ക് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മൊസറല്ല ചീസ് കൂടി ഇട്ടിട്ട് വെക്കാം കേട്ടോ. ഈ മൊസറല്ല ചീസ് കുട്ടികൾക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെടും. അതിങ്ങനെ പിസയിലൊക്കെ പോലെ ചം കടിക്കാമല്ലോ. ചില്ലി ചിക്കൻ ഫില്ലിങ് വെച്ചു. അതിന് മുകളിൽ മൊസറല്ല ചീസ് ഇട്ടു. ബട്ടറിൻ്റെ മണം മസാലയിലുണ്ടല്ലോ. ഇതുപോലെ മടക്കി ഒട്ടിച്ച് വെച്ചു. ഇനി എന്നും പോക്കറ്റ് വേണ്ടല്ലോ, കുറച്ച് സ്പ്രിങ് റോളും കൂടി ആക്കാം. അതിന് സ്വിറ്റ്സിൻ്റെ തന്നെ സ്പ്രിങ് റോൾ ഷീറ്റ് എടുത്തു. അതുപോലെ വെച്ചു. മൊസറല്ല ചീസ് ഇട്ടു. നമുക്കിതിൽ ചീസും വെക്കാം. അതിനുശേഷം 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി നടുഭാഗവും മടക്കി ഇതുപോലെ റോളാക്കുക. അപ്പോൾ സ്പ്രിങ് റോൾ റെഡിയാകും. ഈ തലഭാഗം മാത്രം ഒട്ടിച്ച് വെക്കുക. ഇതുപോലെ എല്ലാം ചെയ്ത് വെക്കുക.
ചില്ലി ചിക്കൻ റോൾസും ശരിയായി. ചില്ലി ചിക്കൻ പോക്കറ്റും റെഡിയായി. ഇനി ഇത് ജിപ്ലോക്ക് കവറിലോ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ആക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. ഓരോ ദിവസത്തിനുള്ളത് ഓരോ പാക്കറ്റിലാക്കിയാൽ മതി. അപ്പോൾ ഓരോ ദിവസം ഓരോ പാക്കറ്റാക്കി എടുക്കാം. പിന്നെ എണ്ണയിലോ ഓയിലിലോ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചാൽ മതി. നോമ്പിന് മാത്രമല്ല കേട്ടോ, എപ്പോഴും നമ്മളിങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ചാൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉടനെ തന്നെ എടുത്ത് ഫ്രൈ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.